നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രവീൺ, മഞ്ജുഷ പറഞ്ഞത് ഈ റിപ്പോർട്ട് വിശ്വസനീയമാണ്, അതിൽ സത്യസന്ധമായ റിപ്പോർട്ടാണ്. എന്തായാലും ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിനിടയിൽ പ്രവീൺ മഞ്ജുഷയോട് ചോദിച്ച പോലെ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ചില ബന്ധുക്കളോട് അക്കാര്യം പറയുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നത് അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്നാണ് മഞ്ജുഷ പറയുന്നത്. ഇതടക്കം എന്തൊക്കെ കാര്യങ്ങൾ മഞ്ജുഷ പറയുന്നു? അതെ, അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കേവലം ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അതിലുപരിയായി ഇപ്പോൾ മഞ്ജുഷ മേഡം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാം, ഈ ഒരു ഇപ്പോൾ റിപ്പോർട്ട് സംബന്ധിച്ച് അത് നിങ്ങൾക്ക് കുടുംബത്തിന് ആശ്വാസകരം തന്നെയാണ്? ആശ്വാസകരമാണ്, കുടുംബത്തിന് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഗൂഢാലോചന ആണല്ലോ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു നമുക്ക് ഈ റിപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. നവീൻ ബാബു സാർ എപ്പോഴെങ്കിലും അന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നടന്ന സംഭവങ്ങളെ പറ്റി പറഞ്ഞിരുന്നു, അത് വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞിരുന്നു. പരിമിതികളുണ്ട് മഞ്ജുഷയ്ക്ക് കൂടുതൽ തുറന്നു പറയുന്നതിന്. ഏതായാലും നാം നേരത്തെ കേട്ടതുപോലെ തന്നെ ഇക്കാര്യത്തിൽ കേവലം ഒരു പെട്രോൾ പമ്പിൻ്റെ വിഷയം മാത്രമല്ല, അതിലുപരിയായി അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങൾ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കുണ്ട്. അത് സമയമാകുമ്പോൾ അത് പറയാം എന്ന് തന്നെയാണ് മഞ്ജുഷ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണത്തിന് മഞ്ജുഷ ഇപ്പോൾ തയ്യാറല്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് കുടുംബത്തിന് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യം മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ, അത് മഞ്ജുഷ ഉൾപ്പെടെ പറയുന്നത് ഒരു കാരണവശാലും ഈ ആരോപണത്തിൽ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി എന്ന് സംബന്ധിച്ചുള്ള ആ കാര്യം തെറ്റാണ് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. അതായത് അന്ന് വൈകിട്ട് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ, ആ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്താണ് അവിടെ വെച്ച് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാനസികമായിട്ട് വിഷമമുണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് നവീൻ ബാബു ഭാര്യ മഞ്ജുഷയുമായി പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് മഞ്ജുഷ തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രചരിച്ചാലും അങ്ങേ എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിലേക്ക് പോരൂ, നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് സമയമുണ്ടല്ലോ അത് തെളിയിക്കാൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ മഞ്ജുഷ ഭർത്താവിനെ അറിയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അതൊന്നും പിന്നീട് ചെവി കൊള്ളാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കോ പോയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ഈ കുടുംബം അറിഞ്ഞത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ തൻ്റെ ഭർത്താവ് കൈക്കൂലിക്കാരനല്ല എന്ന് ആവർത്തിച്ച് തന്നെ മഞ്ജുഷ പറയുന്നുണ്ടായിരുന്നു. അതേസമയം പി ദിവ്യ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ആവർത്തിച്ച് പറയുന്നത് ഈ കൈക്കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചതായി ഒരു തെളിവുമില്ല എന്ന് അടിവരയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മഞ്ജുഷയുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രതികരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടന്നത് എന്നുള്ള ആശ്വാസകരമായ റിപ്പോർട്ട് തന്നെയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരെ ഗുരുതര കണ്ടെത്തലാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത്.